Excellent. Sir, it's a new trend. It all comes from India. Then I'll go with this trend. What's your color preference? I like all colors. Let's go with red. You know why? Red is the color of love. I think you're a very romantic person. That's what people say. Okay, job will take care of rest of the things. Is it okay? Yeah, it's my honor to design your villa. I've seen some of your films, but I'm sorry, I don't remember the names of the movies. My films. Yes, my friend Manu has so many of your movies. He's from your place, Kerala. Where is he? He's busy designing a wedding. You know, we should get married before the baby comes out. Can I take a picture with you? Yeah, sure. Could you? Yeah, sure. Come. Thank you. Can I take a picture with you? Oh, yeah, sure. One more. Take one more. Okay. Thank you. You're welcome. God bless you. നല്ലത് വരട്ടെ. Thank you. Good night. സർ അത്യാവശ്യമായി കാണണം എന്ന് പറഞ്ഞു. അത്യാവശ്യമായിട്ടല്ല, വളരെ വളരെ അത്യാവശ്യമായിട്ട്. മനു ഇരിക്കൂ. ഒരു ഡ്രിങ്ക്. താങ്ക് യു സർ. എന്താ കഴിക്കില്ലേ? അതല്ല, ബാച്ചിലർ പാർട്ടി നടക്കല്ലേ, ഇനി ഇവിടുന്ന് കൂടെ അടിച്ച കല്യാണ മണ്ഡപത്തിലേക്ക് എടുത്തോണ്ട് പോകേണ്ടി വരും. ഞാൻ അധികം സമയം എടുക്കില്ല, പെട്ടെന്ന് പോവാം. മേനോൻ ചേട്ടൻ്റെ മകള് എൻ്റെ മകളാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മംഗളകരമായ ഒരു കർമ്മം നടക്കുകയാണ് നാളെ. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. ഐ നോ മനു, യു ആർ സ്ട്രേറ്റ് ഫോർവേഡ്. സോ പ്ലീസ് ടെൽ മീ ദ ട്രൂത്ത്. Do you know this girl? ഈ കുട്ടി അറിയാം? നോ. Who is this? Is this me? How? This is cheating. Yes, this is cheating. ആരാണ് ഈ സ്ത്രീ? I don't know. This is Marv. നിനക്ക് ഈ കുട്ടിയെ അറിയില്ല? No. ഇരിക്കവിടെ. Sit down. എനിക്ക് വേറൊരു മുഖമുണ്ട്. എന്റെ സിനിമയിലെ ചട്ടമ്പിത്തരേ നീ കണ്ടിട്ടുള്ളൂ. വേണമെങ്കിൽ ജീവിതത്തിൽ ഞാനത് പുറത്തെടുക്കും.
നിനക്ക് ഇവിടെ അറിയില്ല? Look at me. I know her. But we are only friends. That's all. ഫ്രണ്ട്സ്. ഞാൻ ഇന്ന് ഇവളുടെ വീട്ടിൽ പോയിരുന്നു. അവളെ കണ്ടു. And she is carrying your baby. ഒരു ഫോൺ കോൾ. പോലീസിനെ ഒന്ന് വിളിച്ചാൽ മതി. ജീവിതകാലം മുഴുവൻ നീ അകത്താ ഫോർ ചീറ്റിംഗ്. മനു, എത്ര പേരെയാണ് നീ ചീറ്റ് ചെയ്യുന്നതെന്നറിയാം? ആരൊക്കെയാണ് ഇതിന്റെ ചീത്ത വശങ്ങൾ അനുഭവിക്കുന്നതെന്നറിയാം? മനു, ജീവിതം ആസ്വദിക്കണം. യു ഹാവ് ടു സെലിബ്രേറ്റ്. പക്ഷെ അതൊന്നും മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടാവരുത്. പ്രായത്തിന്റെ ആണോ വിവരക്കേട് കൊണ്ടാണോ സംഭവിച്ചു പോയി? തിരുത്താൻ ഇനിയും നിനക്ക് സമയമുണ്ട്. ഞാൻ അവളെ അവോയ്ഡ് ചെയ്തോളാം. അവോയ്ഡ് ചെയ്യണം. നീ നാളെ വേറെ സിറ്റുവേഷനിൽ മേനോൻചേട്ടന്റെ മോളെ അവോയ്ഡ് ചെയ്യില്ലെന്ന് ആർക്കറിയാം? ഇനി നിന്റെ മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നിന്നെ കാത്തിരിക്കുന്ന അവളുടെ അടുത്തേക്ക് നീ പോണം. ഇനി അവളാണ് നിന്റെ കൂട്ട്. പിന്നെ പണം, ബിസിനസ്സിനായിട്ടും ഡൗറിയായിട്ടും മേനോൻചേട്ടൻ കുറെ പണം നിനക്ക് തന്നിട്ടുണ്ട്. അതൊന്നും നീ തിരിച്ചു കൊടുക്കണ്ട. ഞാൻ മേനോൻചേട്ടനോട് പറഞ്ഞോളാം. പിന്നെ നാളത്തെ കല്യാണം, അത് നമ്മുടെയൊക്കെ കണക്കിനപ്പുറത്തെ ഒരു കണക്ക് മുകളിലുണ്ട്. ഞാൻ നോക്കിക്കോളാം. ഇതൊന്നും ആരും അറിയണ്ട. വയ്ക്കോ. കല്യാണ ചെറുക്കൻ്റെ വിശേഷങ്ങൾ കേട്ട് ഈ ഇരിക്കുന്ന ധൈര്യശാലിയായ മേനോൻ ബോധം കെട്ടു വീണു. ജാനു അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. വിരുന്നു വന്നവർ നിരാശയോടെ മടങ്ങി. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു. അത് 100% ശരിവെക്കുന്ന വിധം അധികം വൈകാതെ ജാനുവിൻ്റെ വിവാഹം നടന്നു. ജാനുവിന് ഞാനൊരു വരനെ കണ്ടെത്തി. ഇന്നവരുടെ വിവാഹ വാർഷികം കൂടിയാണ്. ജാനു വരൂ, വരനും വരൂ. യെസ്. താങ്ക് യു ലാലേട്ടാ. ഇതാണ് ആ വധൂവരന്മാർ.